അല്ലാഹു നിന്നെ ഉരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാത്തതിന്റെ പേരിൽ നിന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയും സഹോദരാ. അല്ലാഹു നിന്റെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഹക്കടപാടുകൾ നിങ്ങൾ വീട്ടണേ. മരിക്കുന്നതിന് മുമ്പ് ഹക്കടപാടുകൾ തീർക്കണേ. ഇല്ലെങ്കിൽ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏത് കാര്യം ചെയ്താലും അല്ലാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്, ഇഖ്ലാസാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും നാം വേറെ ഒന്നും ചിന്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ ഉസ്താദ്, സദക്ക കൊടുക്കുന്നതിലൂടെ നമുക്കുള്ള നേട്ടം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സദഖത്തു റത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. അല്ലാഹു സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുനാവലത്തുൽ മിസ്കീൻ തഖിയമീതതു സൂ. പടച്ചവനെ, സദക്ക കൊടുക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇരിക്കുന്ന ഓരോ ഈമാനുള്ള മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? പണക്കാരനാകണമെന്നല്ല, കൊട്ടാരങ്ങൾ പണിയണമെന്നല്ല, ഒരുപാട് കൊല്ലം ജീവിക്കണമെന്നല്ല. എന്റെയും നിങ്ങളുടെയും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കണമെന്നാണ്, ഈമാനോടുകൂടി മരിക്കണമെന്നാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, സദഖ കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു മോശമായ മരണത്തിനെ തൊട്ട് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ, ഒരു തുണ്ട് കയറെടുത്ത് ഫാനിൽ കെട്ടിയിട്ട് തൂങ്ങിച്ചാകുന്നവരുണ്ടല്ലോ, നരമ്പ് മുറിക്കുന്നവരുണ്ടല്ലോ, ട്രെയിൻ പാളത്തിലെടുത്ത് ചാടുന്നവരുണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാകുന്നവരുണ്ടല്ലോ, നരമ്പ് മുറിച്ച് കളയുന്നവരുണ്ടല്ലോ, വിഷമടിച്ച് ചാകുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ സഹോദരാ, തൂങ്ങി മരിച്ച ഒരു മനുഷ്യന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പടച്ചവനെ, വിഷമടിച്ച് ആത്മഹത്യ ചെയ്തവന് സ്വർഗത്തിലാണെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അത് നിരോധിച്ച കാര്യമല്ലേ? അല്ലാഹുവല്ലേ ആയുസ് എടുക്കുന്നത്. റബ്ബ് തന്ന ആയുസ് സ്വന്തം കളയാ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, സദഖ കൊടുക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു മോശമായ മരണം തരൂല. ഈമാനുള്ള മരണമാണ് അല്ലാഹു നൽകുന്നത്. മരിക്കുന്ന സമയത്ത് നീ ചെയ്ത സദഖയുടെ പ്രതിഫലം കണ്ടിട്ട് നീ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങാതി, സദഖ കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്ക് മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യുക അല്ലേ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയത് പാവങ്ങൾക്ക് കൊടുക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്, പള്ളികൾക്ക് വേണ്ടി കൊടുക്ക്, മദ്രസകൾക്ക് വേണ്ടി കൊടുക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാ സദഖകളും ചെയ്യണം.